ഹലോ എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും EasyDB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അത് മറ്റൊന്നുമല്ല, ഈ പറയുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്ത് തുടങ്ങുന്ന സമയങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന മുൻ വർഷങ്ങളിലേക്ക് മറ്റും നടന്നിട്ടുണ്ടായിരുന്ന മറ്റ് ജില്ലകളിൽ ഈ പറയുന്ന സ്റ്റേറ്റ് വൈസ് ആയിട്ടുള്ള ഈ പറയുന്ന അതേപോലെ തന്നെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടുള്ള ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ വരുന്ന സമയങ്ങളിൽ നമ്മൾ നോക്കാറുണ്ട് അല്ലേ. ഈ പറയുന്ന ഏത് ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവ് കുറവുള്ളത്, ഏത് ജില്ലയിലാണ് ഒഴിവുകൾ കൂടുതലുള്ളത്, അതേപോലെ തന്നെ ഏത് ജില്ലയിലേക്ക് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന നിയമനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ വെച്ച് നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട കുറച്ച് ജില്ലയിലേക്ക് ഈ പറയുന്ന കോഴിക്കോട്, വയനാട്, കാസർഗോഡ് പോലുള്ള ജില്ലകളിലേക്കൊക്കെ വെച്ച് നമ്മൾ പരീക്ഷ എഴുതാറുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതുന്നവര് പിൽക്കാലത്ത് ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, പിൽക്കാലത്ത് ട്രാൻസ്ഫർ മേടിച്ച് നമ്മുടെ നാട്ടുകളിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവർക്ക് ഒരു കുരുക്കാട്ടാണ് എന്ത് ചെയ്യുന്നത് PSC വന്നിട്ടുള്ളത്. ഓക്കെ, അതായത് PSCയുടെ പുതിയ ഒരു അറിയിപ്പിൽ അവർ പറയുന്നത് ഇത്തരത്തില് PSC പരീക്ഷകളൊക്കെ എഴുതിയിട്ട് ഈ പറയുന്ന രീതിയിൽ മറ്റു ജില്ലകളിലേക്ക് പോകുന്ന ആളുകൾ പ്രധാനമായിട്ടും 10 വർഷക്കാലമെങ്കിലും അവിടെ നിർബന്ധമായിട്ടും സർവീസ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തിടെ ഈ പറയുന്ന കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ടായിരുന്ന ഒരു സർക്കുലർ ആണ്. ഓക്കെ, ഇതിനകത്ത് പ്രധാനമായിട്ട് നൽകിയിട്ടുണ്ട്. എന്താണത്? സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റത്തിന് നിയമനത്തിനുമായിട്ടുള്ള പൊതു മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശം നിശ്ചയിച്ചുകൊണ്ട് പരാമർശം പ്രകാരം ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ആ ഉത്തരവാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് പ്രധാനമായിട്ട് നൽകിയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, കാസർഗോഡ് ജില്ലയിലെ വിവിധ തസ്തികകളിലൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന, കാസർഗോഡ് മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ കാസർഗോഡ്, ഇടുക്കി, വയനാട് എന്നീ പറയുന്ന ജില്ലകളിൽ വിവിധ തസ്തികളിൽ ഒഴിഞ്ഞു കിടക്കുന്നതിനാൽ ജില്ലയിലെ പല വികസന പ്രവർത്തനങ്ങളും തടസ്സം നേടുന്നതായിട്ട് ചീഫ് സെക്രട്ടറിയും കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും കാസർഗോഡ് വികസന പാക്കേജ് സംബന്ധിച്ച യോഗത്തിൽ സർക്കാർ ശ്രദ്ധയിൽ കൊണ്ടുവരികയും തുടർന്ന് സാഹചര്യത്തിൽ ഒഴിവാക്കുന്ന നിർദ്ദേശങ്ങൾ ചീഫ് സെക്രട്ടറി സർവീസ് സംഘടനകളുടെ ചർച്ച ചെയ്യുകയും ഉണ്ടായി. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന നിർദ്ദേശങ്ങളും വിശദാംശങ്ങളും വിവിധ തലങ്ങളിൽ വിശദമായി പരിശോധിക്കുകയുണ്ടായി എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് മേൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിൽ, അതായത് ഈ കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിലേക്ക് ഈ പറഞ്ഞ ജോലി നേടി പോകുന്ന ആളുകളോട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് എന്ന് പറയുന്നുണ്ട്. ഈ പറഞ്ഞ ജോലി കിട്ടി പോകുന്നവരോട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ഒന്നെന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥല മാറ്റത്തിനും നിയമനത്തിനുമായിട്ടുള്ള പൊതു മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശവും നിശ്ചയിച്ചുകൊണ്ട് 25/2/2017 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഉത്തരത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായിട്ട് ഉത്തരവിലെ പൊതു മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളും പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഓൺലൈനായി തന്നെ പൊതുസ്ഥലം മാറ്റം നടത്തുന്നുവെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഉത്തരവിൽ ഓൺലൈനായിട്ട് കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിലേക്കുള്ള സ്ഥലമാറ്റം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കാസർഗോഡ്, ഇടുക്കി, വയനാട് ജില്ലകളിലെ സേവനം സ്ഥലം മാറ്റത്തിന് പരിഗണിക്കുമ്പോൾ ഈ ജില്ലകളിലെ 1 വർഷത്തെ സർവീസ് മറ്റു ജില്ലകളിലെ 2 വർഷ സർവീസ് തുല്യമായിട്ട് കണക്കാക്കുന്നതാണെന്നുള്ളതാണ് ആദ്യം പറയുന്നത്. അടുത്തത്, നിർബന്ധിത സേവന കാലയളവിൽ നിശ്ചിത ദിവസങ്ങളിലധികം, അതായത് 30 ദിവസത്തിലധികം മെഡിക്കൽ സാഹചര്യങ്ങൾ ഒഴികെ അവധിയെടുക്കുന്നവർക്ക് ഈ ആനുകൂല്യം ലഭിക്കാൻ ഉണ്ടാകണമെങ്കിൽ അങ്ങനെ നീണ്ട അവധികൾ എടുത്ത കാലയളവ് കൂടി ഈ ജില്ലകളിൽ എന്ത് ചെയ്യും, അധികമായിട്ട് തുടരണമെന്നുള്ളതാണ്. അടുത്തത്, നിർബന്ധിത സേവനത്തിനായിട്ട് നിയമിക്കപ്പെടുന്ന എല്ലാ ജീവനക്കാരും അതേ തുടർന്ന് ഉണ്ടാകുന്ന സ്ഥലം മാറ്റങ്ങളിൽ അവർ ആവശ്യപ്പെടുന്ന ജില്ലകളിലേക്ക് പ്രഥമ പരിഗണന അല്ലെങ്കിൽ മുൻഗണന നൽകാവുന്നതാണ്. ഈ ജില്ലകളിൽ ഓപ്റ്റ് ചെയ്തു ജില്ലാതല നിയമനത്തിനായിട്ട് PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് അല്ലേ. ഈ ജില്ലകളിൽ ഓപ്റ്റ് ചെയ്ത് ജില്ലാതല നിയമനത്തിനായിട്ട് PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞ 10 വർഷത്തേക്ക് വർക്കിംഗ് അറേഞ്ച്മെന്റ്, ഡെപ്യൂട്ടേഷന്, ട്രാൻസ്ഫർ, മ്യൂച്വൽ ട്രാൻസ്ഫർ എന്നിവ അനുവദിക്കേണ്ടതില്ല. അടുത്തത്, PSC വിജ്ഞാപനത്തിൽ തന്നെ ഇത് ഉൾപ്പെടുത്താവുന്നതും ജോയിനിങ് ടൈമിൽ സമ്മതപത്രം എഴുതി വാങ്ങാവുന്നതുമാണ്. അപ്രകാരം ചെയ്താൽ ഈ ജില്ലകളിലെ തദ്ദേശവാസികളായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് കൂടുതലായി ജോലിക്ക് അവസരം ലഭിക്കുന്നതാണെന്നുള്ളതാണ് പ്രധാനമായിട്ട് ഇപ്പം സർക്കുലറിൽ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും വേണ്ടതും. അടുത്തത്, ഈ ജില്ലകളിൽ ഓപ്റ്റ് ചെയ്ത് ജില്ലാതല നിയമനത്തിനായിട്ട് PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രൊമോഷനും ഈ ജില്ലകളിൽ തന്നെ പരിമിതപ്പെടുത്താവുന്നതാണ്. സമ്മതപത്രത്തോടൊപ്പം ജില്ലയിലെ തസ്തിക ഒഴിവ് ഉണ്ടായിരിക്കണമെന്ന വ്യവസ്ഥയോട് കൂടി തന്നെ. അടുത്തത്, ഈ ജില്ലയിൽ ഓപ്റ്റ് ചെയ്ത് തദ്ദേശവാസികളായ ഉദ്യോഗാർത്ഥികൾ ഹെഡ്ക്വാർട്ടേഴ്സ് വേക്കൻസിയിലെ നിയമനം താല്പര്യമുള്ളവർക്ക് മാത്രം സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നൽകുക. അടുത്തത്, പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ വഴി ജില്ലകളിലേക്ക് നിയമനം ലഭിക്കുന്നവർ അവധിയെടുത്ത് പോകുന്ന പ്രവണത അവസാനിപ്പിക്കുന്നതിനായിട്ട് ഒഴിവാക്കാൻ കഴിയാത്ത മെഡിക്കൽ സാഹചര്യങ്ങൾ ഒഴികെയുള്ള അവധികൾ
അനുവദിക്കാതിരിക്കുക. പ്രസ്തുത ജില്ലകളിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരിൽ നിന്ന് സമ്മതപത്രം വാങ്ങി ആ ജില്ലയിൽ തന്നെ തുടരാൻ അനുവദിക്കാനും 3 വർഷം കഴിയുമ്പോൾ ജില്ലയിലെ തൊട്ടടുത്ത സ്റ്റേഷനിൽ നിയമിക്കുവാനും ജില്ലാ ഓഫീസർ പോസ്റ്റുകൾ 3 വർഷത്തിന് ശേഷം സമ്മതപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ താല്പര്യമുള്ളവരെ ജില്ലകളിലേക്ക് തിരികെ കൊണ്ടുവരാവുന്നതും ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ക്രോഡീകരിച്ച് പറയുകയാണെങ്കിൽ ഇതാണ് ഈ പറയുന്ന ഇടുക്കി, വയനാട് ജില്ല, കാസർഗോഡ് ജില്ലകളിൽ മറ്റും നിയമനം നേടുന്നവർക്ക് 10 വർഷത്തോളം ഈ പറഞ്ഞ രീതിയിൽ സ്ഥലം മാറ്റം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജോലി കിട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് കൊടുക്കും, എന്നിട്ട് അവിടെ ജോലി കിട്ടും, അവിടെ 10 വർഷം അവിടെ എന്തെങ്കിലും സേവനം ചെയ്തേ പറ്റത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം മാത്രമേ നമ്മുടെ നാടുകളിലേക്ക് എന്തെങ്കിലും പറ്റത്തുള്ളൂ തിരിച്ച് വരാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പറയാം നമ്മളിപ്പോൾ കൊല്ലത്താണ്, തിരുവനന്തപുരത്താണ്, അല്ലെങ്കിൽ പറയുന്ന പത്തനംതിട്ടയിലൊക്കെ ആണെങ്കിൽ നമുക്ക് ട്രാൻസ്ഫർ മേടിച്ച് വരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യുന്നതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത് ഏറെക്കുറെ എല്ലാ ഫോഴ്സുകൾക്കും ബാധകമാണ്. ഈ പറയുന്ന പോലീസ് ആയിക്കോട്ടെ, ഈ പറയുന്ന PFI ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഡിസ്ട്രിക്ട് വൈസോ മറ്റ് പറഞ്ഞ രീതിയിൽ ജോലി കിട്ടി പോകുന്നവരായിക്കോട്ടെ, അവർക്കെല്ലാം തന്നെ എന്താണ് ഇത് ബാധകമാണ് എന്നുള്ളതാണ്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ പറയുന്ന വരാൻ പോകുന്ന പരീക്ഷകൾ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ എഴുതാൻ എന്നുള്ളതാണ്. ഒരു ജോലിയാണ് പ്രധാനമായിട്ടും നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്നും യാതൊരു തരത്തിലും ബാധകമാകില്ല. ഓക്കെ, അല്ല നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ജോലി പ്രധാനമായിട്ട് പറയുക, നിങ്ങൾ തിരുവനന്തപുരംകാരനാണെങ്കിൽ ഈ പറഞ്ഞ തിരുവനന്തപുരത്തിന് ഒരു ജോലി വേണം, ഒരു പത്തനംതിട്ടക്കാരനാണെങ്കിൽ പത്തനംതിട്ടയിൽ തന്നെ ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സമയങ്ങളിൽ അത് തന്നെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, കൂടുതലായിട്ട് ഈ പറയുന്ന അതാത് ജില്ലയിലുള്ള ആളുകളെ ആ ഒരു പ്രദേശങ്ങളിലേക്ക് അവിടേക്ക് തന്നെ ജോലിക്ക് കൊണ്ടുവരാനുള്ള ഒരു ഐഡിയ പ്രകാരമാണ് ഇത്തരത്തിലുള്ള സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. ഇത് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. കാരണം നിങ്ങൾ ഈ പറഞ്ഞ് വരാൻ പോകുന്ന പരീക്ഷകൾക്കായിക്കോട്ടെ മറ്റു നോട്ടിഫിക്കേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം അയ്യോ എനിക്കിനി ജോലി കിട്ടി കഴിഞ്ഞ് 10 വർഷം അവിടെ കിടക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു വിഷമത്തോട് കൂടി തന്നെ നടക്കാൻ പാടില്ല അല്ലേ. ഇത് നിങ്ങളെ പ്രധാനമായിട്ട് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അറിയാതെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അത് പ്രധാനമായിട്ടും അയച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ സർക്കുലറിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് കേട്ടോ. സർക്കുലറും മറ്റു കാര്യങ്ങളൊക്കെ സർക്കുലറിൽ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ വേണമെങ്കിൽ ഒന്ന് പോസ്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറഞ്ഞ സർക്കുലർ ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ ഓൾറെഡി നമ്മുടെ VFAയുടെയും കമ്പനി ബോർഡിൻ്റെ വെക്കോടെയൊക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് നിങ്ങളെല്ലാം അപേക്ഷിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അത്തരത്തിൽ ഈ പറയുന്ന അപേക്ഷകളൊക്കെ നൽകിയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിന് പഠനവും നിങ്ങൾ തുടങ്ങിക്കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞ VFAയ്ക്ക്, ബെക്കോയ്ക്ക്, കമ്പനി ബോർഡിനൊക്കെ വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ നമ്മൾ പ്രയാണം എന്ന് പറയുന്ന ഒരു ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകൾ, ഡെയിലി പറയുന്ന കറണ്ട് അഫയേഴ്സുകൾ, PDF നോട്ടുകൾ, അതേപോലെ തന്നെ ഈ ഡൗട്ട് ക്ലിയർ സെഷൻസ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നത് ലഭ്യമാകുന്നതായിരിക്കും. എന്തെങ്കിലും ഡൗട്ട് ക്ലാസ്സുകളോട് ബന്ധപ്പെട്ടോ കോഴ്സുകളോട് ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്മൾ വിളിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ഉടനെ തന്നെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ പറയുന്ന കമ്പനി ബോർഡിനും VFAയ്ക്കും എല്ലാം ഒരുമിച്ച് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്തരത്തിൽ ഈ പറയുന്ന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മളിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് വിവരങ്ങൾ തിരക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾക്ക് വളരെ വെർത്തായിട്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നതിനകത്ത് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ടോ മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഉടനെ രേഖപ്പെടുത്തുക. അതേപോലെ നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും സാധിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു, ബൈ.